പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഗവൺമെന്റ് UP സ്കൂളിൽ ശിശുദിനാഘോഷം നടത്തി. ഹെഡ് മിസ്ട്രസ് MP സഫിയ മോൾ സന്ദേശം നൽകി. കാലടി ഗവൺമെന്റ് UP സ്കൂളിൽ ശിശുദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. ഹെഡ് മിസ്ട്രസ് സഫിയ മോൾ MK സന്ദേശം നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ജോയ് പൂണോളി ചടങ്ങിൽ സംസാരിച്ചു. ശിശുദിന റാലി, കലാപരിപാടികൾ, ഗാനം, പ്രസംഗം, കുട്ടികളുടെ ഹരിതസഭ എന്നിവയുണ്ടായി. PTA പ്രതിനിധികളും രക്ഷകർത്താക്കളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ന് നവംബർ 14 നമ്മുടെ പ്രിയങ്കരനായ ചാച്ചാജിയുടെ ജന്മദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളെ ഏറെ സ്നേഹിച്ച അദ്ദേഹത്തിന് കുട്ടികൾ തന്നെയാണ് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനം എന്നറിഞ്ഞുകൊണ്ട് കുട്ടികളിലെ നന്മ വളർത്തിക്കൊണ്ടുവരുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങളാണ് ഈ ശിശുദിനത്തിൽ നമ്മൾ പ്രതിജ്ഞയെടുത്ത് കുട്ടികൾക്കായി ചെയ്യേണ്ടത്. എല്ലാ കുട്ടികളുടെയും മുഖത്ത് എന്നും നമുക്ക് ഈ പുഞ്ചിരി ഉണ്ടാകണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ശിശുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ കുട്ടികളുടെയും മുഖത്ത് ഈ പുഞ്ചിരി എന്നും ഉണ്ടാകട്ടെ. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കായി നടത്തുന്ന ഹരിതസേന ഇക്കോസൻ സ്കോളർഷിപ്പിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ സ്കൂളിൽ ശിശുദിനത്തോടനുബന്ധിച്ച് തന്നെ കുട്ടികളുടെ ഹരിതസഭ നടത്തുകയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാം, വീട്ടിലും പൊതുസമൂഹത്തിലും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം കുട്ടികളുടെ വീടുകളിലും അതുപോലെ മറ്റുള്ളവരിലെല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഏകദേശം 1500 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നത്. ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാണെന്ന് കുറിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളിലെ മാലിന്യമുക്ത നവകേരള ദൗത്യത്തിന്റെ മുന്നണി പോരാളികളാകുന്ന പദ്ധതി നടപ്പാക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ശുചിത്വ മിഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പ്രധാന ഉദ്ദേശം വീട്, നാട് തലങ്ങളിൽ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ പരിപാലനത്തിലൂടെ മനോഭാവമുറ്റം സൃഷ്ടിക്കുക, കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ ഒഴിവാക്കുക, അളവ് കുറച്ച് ഉപയോഗിക്കുക, വീണ്ടും ഉപയോഗിക്കുക, പുനരുപയോഗ യോഗ്യമായ വസ്തുക്കളാക്കി മാറ്റുക.